ഗഫൂർക്ക ഒരടിക്കാത്ത ചായ. ഇപ്പൊ ഒരുത്തനെ അടിച്ചോടിച്ചതേ ഉള്ളൂ. അല്ലോ, എന്തിനായിരുന്നു അടിക്കാത്ത ചായ ചോദിച്ചതിനാ? അങ്ങനെയാണ്, എനിക്ക് ചായ വേണ്ട. നിങ്ങൾ കുത്തിരിക്കുന്നു. ഇതൊന്നല്ല, ഇവിടെ വന്നിരുന്ന് ഫുട്ബോൾ കളിന്റെ പേരിൽ വർത്താനം. അവസാനം രണ്ടുപേരും ഉന്തും തള്ളുകയായി. മധ്യസ്ഥം പറയാൻ മൂന്നാമത് ഒരുത്തം വന്ന്. പിന്നെ ആദ്യത്തെ രണ്ടാളും ഒന്നായി. മൂന്നാമത് വന്നവനെ തല്ലാൻ തുടങ്ങി. ഇത് ഡൽഹിക്കാരെ സ്വഭാവമാണ്. എന്നിട്ട് അവസാനം എല്ലാറ്റിനെയും കൂടി പിടിച്ച് നമ്മള് പുറത്താക്കി. ഭാഷ കേട്ട് ആളുടെ നാട് മനസ്സിലാക്കുന്നവരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. സ്വഭാവം കണ്ടിട്ട് നാട് മനസ്സിലാക്കുന്ന ആൾ ചിലപ്പോ ഇങ്ങള് മാത്രമേ ഉണ്ടാവൂ ഗഫൂർക്ക. അങ്ങനെയാണെങ്കിൽ ഗഫൂർക്ക, ഈ ബോംബെക്കാരുടെ സ്വഭാവം എങ്ങനെയാ? വെരി സിമ്പിൾ. മുംബൈയിലാണ് ഇതുപോലെ രണ്ടുപേര് തല്ലുകൂടുന്നെങ്കിൽ മൂന്നാമത് ഒരുത്തം വന്നാല് ഈ തല്ല് കണ്ടില്ല എന്ന മട്ടിൽ മൈൻഡ് ചെയ്യാണ്ട് അതിലങ്ങ് നടന്നു പോകും. അതാണ് മക്കളെ മുംബൈ. നിങ്ങളൊരു സംഭവം തന്നെയാ ഗഫൂർക്ക. ഇനിയിപ്പോ ഇതേ തല്ല് ബാംഗ്ലൂരാണ് നടക്കുന്നെങ്കിൽ സംഗതിന്റെ മട്ടു മാറിയിനി. ആണോ? അപ്പോ ബാംഗ്ലൂരിലാണെങ്കിൽ എങ്ങനെയാ? അത് നമ്മൾ പറഞ്ഞുതരാം. രണ്ടുപേര് തമ്മിൽ റോഡ് തല്ലുണ്ടാകാന്ന് വിചാരിച്ചോ, അപ്പൊ അടുത്ത വീട്ടിൽ നിന്ന് മൂന്നാമത് ഒരുത്തം വരും. അത് കലക്കി. ഇനിയിപ്പം മൈസൂരാണെങ്കിലോ ഇങ്ങനെയും അല്ല. രണ്ടുപേര് തല്ലുണ്ടാക്കുന്നതിന്റെ ഇടയിലേക്ക് മൂന്നാമത് ഒരുത്തം വന്നിട്ട് ആ രണ്ടുപേരെയും തല്ലി തായിടും. എന്നിട്ട് അത് കണ്ടുനിന്നവരോട് ചോദിക്കും എന്തിനു ഇവർ തല്ലുണ്ടാക്കിയെന്ന്. അതാണ് മോനെ മൈസൂർ. ഇങ്ങക്ക് ഭയങ്കര ലോകപരിചയാണല്ലോ. ഇങ്ങളീ പറഞ്ഞ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടോ? പിന്നല്ലാണ്ട് ഇന്ത്യ മൊത്തം കറങ്ങി പല പല കച്ചവടം നടത്തി പരിചയമുള്ള ആളല്ലേ ഈ ഗഫൂർ. അത്ര കേമനാണെങ്കിൽ നിങ്ങൾ ഇത് പറ, ഈ മലയാളികളുടെ കാര്യത്തിലാണ് ഈ ഉദാഹരണം എങ്ങനെയാ? എങ്ങനെയാണ് സ്വഭാവം? ബെസ്റ്റ് ചോദ്യം. മലയാളികളാണെങ്കിൽ എങ്ങനാന്ന് വെച്ചാല്, ഇപ്പൊ ഉദാഹരണത്തിന് രണ്ടുപേര് തല്ലുകൂടാന്ന് വിചാരിക്കും. അപ്പൊ മൂന്നാമത് ഒരുത്തം വരും. സ്വാഭാവികമായിട്ടും ഈ തല്ല് കാണാൻ ഒരു കൂട്ട ആളുകൾ ഉണ്ടാകുമല്ലോ. ഈ മൂന്നാമത് വന്ന മലയാളി അവിടെ ഒരു ചെറിയ ചായക്കട തുടങ്ങും. നല്ല കച്ചവടമായിരിക്കും. അതാണ് നമ്മളെ മലയാളികള്. അതാണ് ഈ ഗഫൂർ ടീ സ്റ്റാൾ.